ഹലോ, നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ, ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇനിയൊരു സൂര്യോദയം എന്ന നോവലിൻ്റെ 8ാമത്തെ അധ്യായമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നോവലിലേക്ക് സ്വാഗതം. കോളേജിൽ പഠിക്കുന്ന പെണ്ണാണ്. പോരെങ്കിൽ വല്ലാത്ത പ്രായവും. കാഞ്ഞിരക്കുരുവിന് കൽക്കണ്ടത്തുണ്ടിൻ്റെ മധുരമാണെന്ന് തോന്നും. ലോകത്തിൻ്റെ മായാവിലാസങ്ങളൊന്നും തിരിച്ചറിയില്ല. കാണുന്നതെല്ലാം മധുരതരമെന്നേ തോന്നും. നീ എന്നാ പെണ്ണെ, പകൽക്കിനാവ് കാണുന്നോ? ഞാൻ കുറേ നേരമായി ശ്രദ്ധിക്കുന്നു. നിനക്കെന്തു പറ്റി? അന്നമ്മ മകളുടെ അടുത്ത് ചെന്നിരുന്നു. അമ്മേ, ഇന്നൊരു ഭയങ്കര സംഭവം ഉണ്ടായി. ഡെയ്സി നടന്ന കാര്യങ്ങൾ പറഞ്ഞു. സാജനെക്കുറിച്ചും കുറേ പൊലിപ്പിച്ച് പറയാനും മറന്നില്ല. സാജൻ എന്ന ചെറുപ്പക്കാരൻ ഒരു ഹെർക്കുലീസിനെ പോലെ അവളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ഒരു യക്ഷിക്കഥ കേൾക്കുന്ന അമ്പരപ്പോടെ അന്നമ്മ മകൾ പറയുന്നത് കേട്ടിരുന്നു. ഏതായാലും സംഭവിച്ചു. അപ്പച്ചനോടിത് പറയാൻ പോകണ്ട, അത് ഞാൻ വിഷമിക്കും. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അന്നമ്മ പറഞ്ഞു, ഡെയ്സിയും അത് തന്നെയാണ് ആലോചിച്ചത്. അപ്പച്ചൻ വിവരം അറിഞ്ഞാൽ തന്നെ ഇനി പുറത്തേക്കൊന്നും ഒറ്റയ്ക്ക് വിടില്ലെന്ന് അവൾ ഭയന്നു. ഏതാടി അവൻ? അപ്പച്ചൻ അറിഞ്ഞാലവനെ ഞാൻ വെടിവെച്ച് കൊല്ലും. എന്നാലും മേടയിൽ ചെറിയാച്ചൻ്റെ മകൾക്ക് ഈ അനുഭവം ഉണ്ടായപ്പോൾ സാധാരണക്കാരുടെ കാര്യം എന്താ പറയാനാ? അല്ല, സാധാരണക്കാരെ പോലെ അല്ലല്ലോ നിങ്ങൾ. എൻ്റെ മോളിനി സൂക്ഷിച്ച് നടക്കണം. അന്നാമ്മയുടെ അഹങ്കാരം അപ്പോഴും പത്തിയുയർത്തി. തങ്ങളെക്കാൾ വലിയവർ ആ നാട്ടിലെങ്ങും ഇല്ലെന്ന് വിശ്വസിക്കുന്നവളാണ് അന്നാമ്മ. അന്നാമ്മയുടെ ഓർമ്മയിൽ നിന്നും ഭൂതകാലം അപ്പാടെ കടപുഴകി കഴിഞ്ഞു. അതുപോലെ തൻ്റെ മക്കളെക്കാൾ സുന്ദരികൾ ലോകത്തൊന്നുമില്ലെന്നും വിശ്വസിക്കുന്നവരാണിവർ. അതൊന്നും പറഞ്ഞില്ലെങ്കിലും വൈകിട്ട് ചെറിയാച്ചൻ വന്നപ്പോൾ ഡെയ്സി മറ്റൊരാഗ്രഹം പറഞ്ഞു. അപ്പച്ച, നമ്മൾക്കൊരു സ്പീഡ് ബോട്ട് വാങ്ങണം. എൻ്റെ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ ഉണ്ട്. അവരതിലാണ് കോളേജിൽ വരുന്നത്. ഒരു സ്പീഡ് ബോട്ടുണ്ടെങ്കിൽ കായലിലൂടെ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ഒരു സുഖമാണ്. കൂടാതെ സാജനെ ഒന്നുകൂടി കാണണമെന്ന് മനസ്സിലുണ്ട്. തൻ്റെ മരണത്തിൽ നിന്നും മാനഭംഗത്തിൽ നിന്നും രക്ഷിച്ചയാളാണ്. ഇഷ്ടമല്ലെങ്കിൽ കൂടി ഒരു നന്ദി വാക്ക് പറയേണ്ടതല്ലേ? സാജൻ്റെ കാര്യം അപ്പച്ചനോട് പറഞ്ഞാൽ ചിലപ്പോൾ അവനിവിടെ ഒരു ജോലി കൊടുക്കാൻ അപ്പച്ചന് കഴിഞ്ഞേക്കും. പലവട്ടം അത് പറയാൻ നാവിൻ്റെ തുമ്പത്തോളം എത്തിച്ചതുമാണ്. പിന്നെ വേണ്ടെന്ന് വെച്ചു. പറഞ്ഞാൽ അപ്പച്ചൻ തീർച്ചയായും തൻ്റെ അപേക്ഷ സ്വീകരിക്കുമെന്ന് ഉറപ്പാണ്. പക്ഷെ അന്നേരം മറ്റു കാര്യങ്ങളെല്ലാം പറയേണ്ടി വരും. അതുകൊണ്ട് അവൾ തൽക്കാലത്തേക്ക് അത് വേണ്ടെന്ന് കരുതി. സ്പീഡ് ബോട്ടിൻ്റെ കാര്യം പരിഗണിക്കാമെന്ന് ചെറിയാച്ചൻ മകൾക്ക് വാക്ക് നൽകി. ആകാശത്തിന് കീഴിലുള്ള എന്ത് കാര്യവും സാധിക്കാൻ കഴിയുമെന്ന് ചെറിയാച്ചന് ഉറപ്പുണ്ട്. മാത്രമല്ല, മകളുടെ കൂട്ടുകാർക്കുള്ളത് അവൾക്കില്ലാതെ പോകരുത്. ആരേക്കാളും തൻ്റെ മക്കൾ ഒട്ടും മോശക്കാരാവരുത്. അന്ന് തന്നെ അന്നാമ്മയ്ക്ക് പറയാൻ മറ്റൊരു വിശേഷം ഉണ്ടായിരുന്നു. അത് മൂത്ത മകൾ ഗ്രേസിയെക്കുറിച്ചായിരുന്നു. അവൾ പരീക്ഷ കഴിഞ്ഞ് നിൽക്കുമല്ലേ. പിള്ളേരിങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്നാൽ മുരഞ്ഞു പോകും. ഓരോരുത്തരും മക്കളെ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ വിടുന്നു. നമ്മുടെ മോളെ നമുക്ക് ഗൾഫിലൊന്നും വിടണ്ടേ? അതൊരു ന്യായമായ ചോദ്യമായിരുന്നു. ചെറിയാച്ചൻ ഭാര്യയെ സൂക്ഷിച്ചു നോക്കി. അതിനവിടെ നമ്മൾക്കാരെങ്കിലും വേണ്ടേ? ചുമ്മാ അവളെ അങ്ങോട്ട് വിട്ടാൽ മതിയോ? ആ ചോദ്യത്തിന് ഉത്തരം അന്നമ്മ നേരത്തെ കണ്ടുവച്ചിരുന്നു. ആരും ഇല്ലെന്നാരാ പറഞ്ഞേ? തെക്കേതിൽ അന്തോണി ചേട്ടൻ്റെ 2 മക്കളും ഇപ്പോൾ അവിടെയല്ലേ. അവരവധിക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒത്തിരി പേര് ജോലിക്ക് അങ്ങോട്ട് ചെല്ലുന്നുണ്ടെന്ന് കേട്ടു. അവർ വന്നപ്പോഴാണ് പറഞ്ഞത്. ഗ്രേസി മോൾക്കും താല്പര്യമാണ്. അപ്പച്ചനോട് പറഞ്ഞ് സമ്മതം വാങ്ങാൻ അവിടെ തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുക. ചെറിയാച്ചനൊന്ന് ആലോചിച്ചു. പള്ളിപ്പുറത്തെ പഴയ തറവാട്ടുകാരാണ് തെക്കേൽ അന്തോണി. 4-5 മക്കൾ 4 പേര് വെളിയിലാണ്. ഒരുത്തൻ നൈജീരിയ, മറ്റൊരുത്തൻ അമേരിക്കയിലും. പെൺമക്കൾ അബുദാബിയിൽ. മക്കൾ വെളിയിലുണ്ടെന്ന് പറയുന്നത് അന്തസ്സിൻ്റെ ഭാഗമാണല്ലോ. പണി വേണ്ട. തൻ്റെ മോളും ഗൾഫിലാണെന്ന് പറയുന്ന ഒരു അന്തസ്സാണല്ലോ. ഗ്രേസിക്ക് താല്പര്യമാണെങ്കിൽ അവളെ ഗൾഫിലേക്ക് അയക്കണം. സ്ഥലങ്ങളൊക്കെ കണ്ടു മനസ്സിലാക്കട്ടെ. തൻ്റെ മക്കൾക്ക് കുറേ വിദേശ സംസ്കാരം ഉണ്ടാകട്ടെ. പണം എത്രയുണ്ടെങ്കിലും അതനുസരിച്ച് വിവരം കിട്ടിയില്ലെങ്കിൽ എന്താ ഒരു പ്രയോജനം? അവൾക്കിഷ്ടമാണെങ്കിൽ ഒരു 5-6 മാസം അവൾ അവരുടെ കൂടെ നിൽക്കട്ടെ. അതിനവർക്ക് എന്തെങ്കിലും കൊടുത്തേക്കാം. ചെറിയാച്ചൻ അപ്പോഴും ചിന്തിച്ചത് അങ്ങനെയാണ്. നിങ്ങൾ എന്തോന്നോ മനുഷ്യനായി പറയുന്നത്? ഗ്രേസിയുടെ കൂട്ടുകാരല്ലേ അവർ. കൂട്ടുകാരുടെ തോരെ താമസിക്കുന്നതിന് നമ്മളെന്ത് കൊടുക്കാനാ? എന്നാലും അവൾക്ക് ചിലവിനുള്ളത് കൊടുക്കണം. അത് മതി. അന്നാമ്മയ്ക്ക് കുറേ കൂടി വിവരം വെച്ചിരിക്കുന്നു. അങ്ങനെ ആ കാര്യവും തീരുമാനിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞല്ലോ. ദിവസങ്ങൾ ചിലത് കടന്നുപോയി. ഒരു ദിവസം എന്തോ വായിച്ചുകൊണ്ടിരുന്ന ഡെയ്സി
കടവിലൊരു സ്പീഡ് ബോട്ടിൻ്റെ ഹോൺ കേട്ടു ശ്രദ്ധിച്ചു. പെട്ടെന്ന് അവൾ പുസ്തകം വലിച്ചെറിഞ്ഞിട്ട് അങ്ങോട്ട് പാഞ്ഞു വന്നു. പുതിയൊരു സ്പീഡ് ബോട്ട്. ചെറിയാച്ചൻ അതിൽ നിന്നും കരയിലേക്ക് ഇറങ്ങി. ഡെയ്സി ഓടി വരുന്നത് ചെറിയൊരു പുഞ്ചിരിയോടെ ചെറിയാച്ചൻ നോക്കിയിരുന്നു. ദേണ്ട മോളെ, നീ പറഞ്ഞ ബോട്ട്. ഇത് ലോനപ്പൻ ചേട്ടൻ. ബോട്ട് ഓടിക്കാൻ ആൾ വേണ്ടേ? അപ്പോഴാണ് അപ്പച്ചൻ്റെ പിന്നിൽ നിന്ന് വയസ്സിനെ അവൾ ശ്രദ്ധിച്ചത്. അയാൾ ഡെയ്സിയെ തൊഴുതു. എന്നാൽ താമസിക്കണ്ട, ബോട്ട് എങ്ങനെയുണ്ടെന്ന് നോക്ക്. ചെറിയാച്ചൻ അവളെ പ്രോത്സാഹിപ്പിച്ചു. ലോലപ്പൻ ചേട്ടാ, ഇവളെ കായലിലൊന്ന് കറക്കിയച്ച് വാ. ബോട്ട് വിടരുത് കേട്ടോ. എന്ന് വെച്ചാൽ അവൾ പറയുന്നത് കേട്ടോണമെന്നർത്ഥം. പഴയ മനുഷ്യനായ ലോലപ്പനത് വേഗം മനസ്സിലായി. കുഞ്ഞ് കയറിയട്ടെ, എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാൽ മതി. ലോലപ്പൻ ചേട്ടൻ വിമാനം പോലെ അവിടെ എത്തിച്ചേക്കാം. അയാൾ അവളെ മണിയടിക്കാൻ കിട്ടിയ അവസരം പാഴാക്കിയില്ല. ചെറിയാച്ചൻ മുതലാളി വാങ്ങിയ സ്പീഡ് ബോട്ട് കാണാൻ കടവിൽ കുറേ പേർ കൂടിയിരുന്നു. അവരുടെ മുന്നിലൂടെ ഡെയ്സി അഭിമാനത്തോടെ ബോട്ടിലേക്ക് ചെന്ന് കയറി. മാള് ബോട്ടിലങ്ങനെ ഗമയിലിരിക്കുന്നത് കണ്ട് ചെറിയാച്ചൻ്റെ മനം കുളിർത്തു. കായലിൻ്റെ മാറിലൂടെ ഇരുവശത്തേക്കും ജലപാളികൾ വീശിത്തെറിപ്പിച്ചുകൊണ്ട് ആ ചെറിയ ബോട്ട് പായാൻ തുടങ്ങി. ഇത് ഓടിക്കാൻ പഠിക്കാൻ വിഷമമുണ്ടല്ലോ ലോനപ്പൻ ചേട്ടാ? ബോട്ട് ഓടിത്തുടങ്ങിയപ്പോൾ ഡെയ്സി ഒരു സംശയം ചോദിച്ചു. എന്ത് വിഷമം? 2 മണിക്കൂർ മെനക്കെട്ടാൽ മതി. മോൾക്കിഷ്ടമുണ്ടെങ്കിൽ ലോനപ്പൻ ചേട്ടൻ പഠിപ്പിക്കാമല്ലോ. അങ്ങോട്ട് ചോദിക്കാനിരുന്നത് അയാൾ ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ ഡെയ്സിക്ക് സന്തോഷമായി. അല്ലെങ്കിൽ ബോട്ട് വാങ്ങണമെന്ന് പറഞ്ഞപ്പോഴേ അവളുടെ മനസ്സിലുള്ള തീരുമാനം അതായിരുന്നല്ലോ. ഓടിക്കാൻ പഠിക്കണം. തനിയെ കായലിലൂടെ ഓടിക്കണം. തനിയെ പോയാലേ താജിനെ കാണാൻ പറ്റും. അന്നേരം ആരും കൂടെ ഉണ്ടാവരുത്. ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു ആ സംഭവം നടന്നിട്ട്. ഓരോ ദിവസം കഴിയുന്തോറും അവനെ ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹം കൂടിക്കൂടി വരുന്നു. ഇന്നാണ് ബോട്ട് കിട്ടിയത്. ഇനി നാളെ തന്നെ അത് ഓടിക്കാൻ പഠിക്കണം. ഏറ്റവും അടുത്ത ദിവസം സാജനെ കാണണം. ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവ സാജനെ സ്വപ്നം കണ്ടു തുടങ്ങി. നല്ല ചെറുപ്പക്കാരൻ, നല്ല ആരോഗ്യവും സൗന്ദര്യമുള്ളവൻ, ചുരുണ്ട മുടിയും പഴുതാര മീശയും വിരിഞ്ഞ നെഞ്ചും ഉള്ളവൻ. പട്ടണത്തിലെ അഴകിയ രാവണന്മാരെക്കാൾ നല്ലവനാണ് അയാൾ. അവൻ്റെ സംസാരത്തിനോട് തന്നെയുണ്ടല്ലോ ഒരു പ്രത്യേകത. ആ ശബ്ദം വീണ്ടും വീണ്ടും കേൾക്കാനൊരു കൊതി. 4-5 കിലോമീറ്റർ കായലിലൂടെ കറങ്ങി നടന്നിട്ട് ഡെയ്സി തിരിച്ചു പോന്നു. കടവിലിറങ്ങുമ്പോൾ അവൾ ലോനപ്പൻ ചേട്ടനോട് പ്രത്യേകം പറയാൻ മറന്നില്ല. നാളെ രാവിലെ വരണം കേട്ടോ. നാളെ എന്നെ ഇത് ഓടിക്കാൻ പഠിപ്പിക്കണം. അയാൾ തലകുലുക്കി സമ്മതിച്ചു. പിറ്റേന്ന് തന്നെ അവളത് ഓടിക്കാൻ പഠിക്കുകയും ചെയ്തു. കായലിൽ സ്പീഡ് ബോട്ട് ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ലോനപ്പൻ ചേട്ടൻ പറഞ്ഞു, മനസ്സിലാക്കുകയും ചെയ്തു. അവസാനം മറ്റൊന്നുകൂടി അയാൾ പറഞ്ഞു. എന്നുവെച്ചാൽ മോളെ തന്നെ ബോട്ടിൽ എങ്ങോട്ടും വിടില്ല കേട്ടോ. മുതലാളി എന്നോടത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പട്ടണകാരികൾ വഴിയിൽ കാറോടിച്ച് നടക്കും പോലെയല്ല ഇത്. അവളത് പ്രതീക്ഷിച്ചതാണ്. അപ്പച്ചൻ എങ്ങനെ പറഞ്ഞാലും ആ വാക്ക് മാറ്റിയെടുക്കുമെന്ന് വിശ്വസിച്ചു. അടുത്ത 2 ദിവസത്തേക്ക് ഡെയ്സിക്ക് എങ്ങോട്ടും പോകാൻ കഴിഞ്ഞില്ല. ഗ്രേസിയുടെ പാസ്പോർട്ടും വിസയും ഒക്കെ ശരിയാക്കുന്ന തിരക്കിൽ ബോട്ടുമായി ചെറിയാച്ചൻ കൊച്ചിക്ക് പോയിരുന്നു. ഡെയ്സി സ്പീഡ് ബോട്ട് ഓടിക്കാൻ പഠിക്കുന്നതും തനിയെ ഓടിക്കുന്നതൊക്കെ അവൾ അറിയാതെ ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരിക്കൽ അവളെ അപകടപ്പെടുത്താൻ ശ്രമിച്ച ആ കിരാതൻ. അപകടം അവൾക്ക് പിന്നിൽ നിഴൽ പോലെ സഞ്ചരിക്കുകയായിരുന്നു. ഒരു ദിവസം കൂടി കഴിഞ്ഞു. ഒരു പ്രഭാതം ലോനപ്പൻ ചേട്ടനെ സൂത്രത്തിൽ പറഞ്ഞ് കരയിൽ നിർത്തിയിട്ട് ഡെയ്സി തനിയെ ബോട്ട് സ്റ്റാർട്ടാക്കി കായലിലേക്ക് ഇറങ്ങി. അവിടെ ചായക്കടയിലിരുന്ന ആ ഒരു ചെറുപ്പക്കാരൻ അത് പ്രത്യേകം ശ്രദ്ധിച്ചു. അധ്യായം 16. ജോണിക്കുട്ടി പോയിട്ട് 1 മാസം കഴിയുന്നു. അവൻ്റെ ആദ്യത്തെ കത്ത് മറിയാമ്മയ്ക്ക് വന്നു. ഗൾഫിലെത്തിയതിൻ്റെ 10ാമത്തെ ദിവസം. ഒരെണ്ണ കമ്പനിയിൽ ജോലി കിട്ടിയെന്ന് സന്തോഷ വാർത്തയായിരുന്നു കത്തിലെ പ്രധാന വിശേഷം. പത്തേമാരിയിൽ ചാവക്കാട്ട് കടപ്പുറത്തു നിന്നും പോയ 14 പേർക്കും ജോലിയായത്രേ. എല്ലാ ദിവസവും കപ്പലിലും പത്തേമാരിയിലും പ്ലെയിനിലുമൊക്കെ ആയിട്ട് കുറേശ്ശെ പേര് വരാൻ തുടങ്ങിയിരിക്കുന്നു. വരുന്നവർക്കൊക്കെ പണി കിട്ടുന്നുണ്ട്. എത്ര പേര് വന്നാലും പണി കിട്ടുമെന്നും അവൻ എഴുതിയിരിക്കുന്നു. മകൻ്റെ കത്ത് മറിയാമ്മ ഒരു 10 പ്രാവശ്യം വായിച്ചു കിട്ടും. കത്തിലെ വാചകങ്ങൾ ജെയിംസ് കുട്ടിക്ക് കാണാപ്പാടമായി. ഗൾഫെന്ന മണൽക്കാടിനെക്കുറിച്ച് ജോണിക്കുട്ടി അറിയാവുന്ന ഭാഷയിൽ അമ്മയ്ക്ക് വിവരിച്ചെഴുതിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ എവിടെ നോക്കിയാലും വെള്ളമല്ലേ അമ്മച്ചി? ഇവിടെ അതിന് പകരം പള്ളി മൈതാനം പോലെ മണൽപ്പുറങ്ങളാണ്. ഭയങ്കര ചൂട്. നല്ല വേനൽക്കാലത്ത് അടുപ്പിൻ്റെ അരികിലിരിക്കുന്ന പോലത്തെ ചൂടാണ് എപ്പോഴും. എന്നാലും ഒരു രസമൊക്കെ ഉണ്ട്. മകൻ എഴുതിയ ലോകത്തെക്കുറിച്ച് മറിയാമ്മ ഒന്ന് ആലോചിച്ച് നോക്കാൻ ശ്രമിച്ചു. അവർക്കൊരെത്തും പിടിയും കിട്ടിയില്ല. ആലോചനകളുടെയും അപ്പുറത്താണ് ആ ലോകം. മകൻ എഴുതിയ കത്തിലെ വിശേഷം വെച്ച്
ജയിലിലേക്ക് മറിയാമ്മ കത്തയച്ചു. ആ കത്തിൽ മറിയാമ്മയ്ക്ക് അതിലും പ്രധാനപ്പെട്ട ഒരു വിശേഷം കൂടി എഴുതാനുണ്ടായിരുന്നു. ജോസുകുട്ടി പുതിയൊരു സ്ഥലം വില പറഞ്ഞു. കായലോരത്തെ സ്ഥലമാണ്, ചെറിയൊരു വീടും പറമ്പും. താമസിക്കുന്ന സ്ഥലം ഉമ്മച്ചൻ മുതലാളി എടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. കാശ് കിട്ടിയാലുടൻ പുതിയ സ്ഥലത്തേക്ക് മാറുകയാണ്. നാളെയും ജോസുകുട്ടി ഉമ്മച്ചൻ മുതലാളിയെ കാണാൻ പോകുന്നുണ്ടത്രേ. കാശ് വാങ്ങി പുതിയ സ്ഥലത്തിൻ്റെ ഉടമയ്ക്ക് കൊടുക്കണം. വർക്കിച്ചനത് നേരത്തെ സമ്മതിച്ചതാണ്. എങ്കിലും മറിയാമ്മ മാറും മുൻപേ വീണ്ടും അനുവാദത്തിന് എഴുതി. പക്ഷെ വർക്കിച്ചൻ്റെ മറുപടി വരും മുമ്പേ അവർ കായലോരം വിട്ടുകഴിഞ്ഞിരുന്നു. ലോകത്തിന് മുഴുവൻ നിത്യേന മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വലിയവർക്ക് വലിയ മാറ്റങ്ങൾ, ജോസൂട്ടിയെപ്പോലെ ചെറിയവർക്ക് ചെറിയ മാറ്റങ്ങൾ. പുതിയ വീട്ടിലേക്ക് മാറുന്ന സംഭവം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതായിരുന്നു. വീട് മാറുന്നതിൻ്റെ തലേ ദിവസം തന്നെ മറിയാമ്മ ആ കായലോരത്തെ പരിചയക്കാരോടെല്ലാം യാത്ര വെച്ചു. എവിടെ പോയാലും എല്ലാവരെയും കാണാൻ എന്തെങ്കിലുമൊക്കെ വരാമെന്ന് ഉറപ്പ് കൊടുത്തു. ചെറുപ്പം തൊട്ട് കണ്ടും കേട്ടും വളർന്ന ആ പരിസരം വിട്ടകലുന്നത് മറിയാമ്മയ്ക്ക് നെഞ്ചിൽ വേദന തോന്നുന്ന ഒരു അനുഭവമായിരുന്നു. ജോസൂട്ടിയുടെ യന്ത്രവൽകൃത വഞ്ചി ആ വീടിന് മുന്നിൽ നിന്ന് അകലുമ്പോൾ അവരെ യാത്രയാക്കാൻ വന്നവരോട് മറിയാമ്മ വീണ്ടും യാത്ര വെച്ചു. ജോസൂട്ടി യന്ത്രവേഗം വർദ്ധിപ്പിക്കുമ്പോൾ മറിയാമ്മ രണ്ടാം മുണ്ട് കൊണ്ട് മിഴി തുടയ്ക്കുകയായിരുന്നു. മറിയാമ്മ ഒഴിച്ച് മറ്റാർക്കും ആഹ്ലാദത്തിൻ്റെ ദിവസമായിരുന്നു അന്ന്. കുറേ കാലം കഴിഞ്ഞ് നമുക്കിനിയും ഇതുവഴി വരണം, ജെയിൻസൂട്ടി പറഞ്ഞു. അതെ, സ്വന്തം ബോട്ടിൽ. ജോസൂട്ടിയുടെ സ്വപ്നം അതായിരുന്നു. തങ്ങളെ ഒരിക്കലും വേദനിപ്പിച്ചവരുടെ മുന്നിലേക്ക് തികഞ്ഞ അഭിമാനത്തോടെ കടന്നു വരുന്നൊരു നാള്. അന്ന് അവരുടെ അത്ഭുതം കൂറുന്ന മുഖങ്ങൾ അവൻ ഇന്നേ മനസ്സിൽ കാണുന്നു. ഒരു പിടി അരി കടം തരാത്തവർ, ഒരിത്തിരി കാപ്പിപ്പൊടി തന്ന് സഹായിക്കാത്തവർ, പൈസയില്ലാതെ ഒരു വാളവൻ ഉപ്പ് തരാനൊക്കില്ലെന്ന് പറഞ്ഞ കടക്കാരനും ഇവിടെ തന്നെയാണ്. വരട്ടെ, ഈ ലോകത്തിന് എന്തെല്ലാം അത്ഭുതങ്ങൾ നടക്കാനിരിക്കുന്നു. പുതിയ സ്ഥലവും ഓടിട്ട വീടും മറിയാമ്മയ്ക്ക് ഇഷ്ടമായി. കായലില്ലാത്ത നാട്, പക്ഷെ പുഴയൊഴുകുന്ന നാട്. ജോസുകുട്ടിയുടെ മത്സ്യ ബിസിനസ് ഒന്നുകൂടി പുഷ്ടിപ്പെട്ടു. അവൻ പുതിയൊരു വള്ളവും വലയും കൂടി വാങ്ങി. ദിവസ വാടകയ്ക്ക് അത് മറ്റൊരാൾക്ക് നൽകി. പഴയ സ്ഥലത്ത് പഴയ നേരത്ത് അവൻ മുടങ്ങാതെ ചെല്ലും. അവിടെ തന്നെ വല വീശാൻ പോകേണ്ടത് ഇന്നവൻ്റെ ഒരു ആവശ്യം കൂടിയാണ്. കാരണം ഡെയ്സി, അവൾ മിക്ക ദിവസവും ജോസിനെ കാണാനെത്താറുണ്ട്. കണ്ടും കണ്ടും പറഞ്ഞും കാണാതെയും പറയാതെയും പറ്റാത്ത അവസ്ഥയിലേക്ക് അവർ അടുത്തു കഴിഞ്ഞിരുന്നു. ഇതിനോടകം എന്തെല്ലാം അവർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആദ്യ ദിവസം അവൾ ഒറ്റയ്ക്ക് തന്നെ കാണാൻ ബോട്ട് ഓടിച്ചു വന്നത് ജോസിന് ഓർമ്മയുണ്ട്. അന്ന് അങ്ങോട്ടും വരും വഴിയാണല്ലോ ഒരിക്കൽ അവളെ ചതിക്കാൻ കൊണ്ടുപോകുന്നവൻ അവൻ്റെ ബോട്ട് അവളെ പിന്തുടർന്നത്. വളരെ വിദഗ്ധമായി ഒഴിഞ്ഞു മാറിയ അവളുടെ ആ ബോട്ട് ജോസിൻ്റെ വഞ്ചിയുടെ അടുത്താണ് നിർത്തിയെന്നറിഞ്ഞ് സ്പീഡ് ബോട്ടുകാരൻ സൂത്രത്തിൽ വലിഞ്ഞു കളഞ്ഞു. ജോസാണ് അവൾക്ക് ധൈര്യം കൊടുത്തത്. ഞാൻ സാജൻ്റെ കാര്യം എന്നും ഓർക്കും. സാജനെ കാണാൻ വരാൻ വേണ്ടി അപ്പച്ചനോട് പറഞ്ഞ് ഞാൻ ഈ ബോട്ട് വാങ്ങിയത്. നല്ല കാര്യം. എനിക്ക് ഡെയ്സിയെ കണ്ടാൽ കൊള്ളാവുന്നുണ്ടായിരുന്നു. പക്ഷെ മേടയിലേക്ക് വരാൻ ഒരു ധൈര്യക്കുറവ്. ഞാനൊരു കുടിലേതല്ലേ. സാജൻ ഇങ്ങനെ കളിയാക്കരുതെന്ന്. മേടയിൽ നിന്നാണ് വീട്ടുപേരെങ്കിലും ഞങ്ങളും മനുഷ്യരാണ്. ഒരു മനുഷ്യരോട് പെരുമാറണമൊക്കെ ഞങ്ങൾക്കും അറിയാം. അതെനിക്കറിയാം. ചെറിയാച്ചൻ മുതലാളി മറ്റുള്ളവരെ പോലെയല്ല. മനുഷ്യനായി കാണാനറിയാവുന്ന ആളാണെന്ന് കേട്ടിട്ടുണ്ട്. മനുഷ്യത്വമുള്ള പെരുമാറ്റം അദ്ദേഹത്തിന് ലഭിക്കുമെന്നും കേട്ടിട്ടുണ്ട്. എന്നാലും ഡെയ്സിയെ കാണാനാണെന്ന് പറഞ്ഞ് ഞാൻ എങ്ങനെ അവിടെ വരും? ഞാൻ സാജൻ്റെ കാര്യം അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. സാജൻ വന്നാൽ അമ്മയ്ക്ക് സന്തോഷമാവും. വേണ്ട ഡെയ്സി, ഞാൻ വെറുതെ പറഞ്ഞല്ലേ. വീട്ടിലേക്കൊന്നും ഞാൻ വരുന്നില്ല. ഡെയ്സിക്ക് ഇപ്പോൾ ബോട്ടുണ്ടല്ലോ. പിന്നെ ഞാൻ ഈ കായലിലൊക്കെ എൻ്റെ പഴയ വഞ്ചിയായിട്ടുണ്ടാവും. വല്ലപ്പോഴും ഇങ്ങോട്ട് വരിക. ഡെയ്സിയെ കാണുന്നത് എനിക്ക് എന്ത് സന്തോഷമാണെന്നോ. ഒരു പെണ്ണിൻ്റെ മനസ്സിൽ ഉടക്കു വീഴുന്ന വാക്കുകളാണ് ജോസ് പറഞ്ഞത്. ചൂണ്ടയിൽ കൊളുത്തിയ വലിയൊരു മത്സ്യമാണ് ഡെയ്സി. വളരെ ജാഗ്രതയോടെ വലിച്ചെടുപ്പിച്ചില്ലെങ്കിൽ ചൂണ്ടവള്ളി പൊട്ടിയെന്ന് വരാം, മീൻ വഴുതിപ്പോയെന്ന് വരാം. അങ്ങനെ സംഭവിക്കരുത്. ജോസിൻ്റെ മനസ്സിനേക്കാൾ ഒന്നുകൂടി വ്യക്തമായിരുന്നു ഡെയ്സിയുടെ മനസ്സ്. അവൾ ജോസിനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു. മനസ്സിൻ്റെ മണിയറയിൽ അവനു വേണ്ടി മലർക്കെ തുറന്നിട്ട് കഴിഞ്ഞു. സാജൻ, സാഹസികനായ സാജൻ, തൻ്റെ പ്രിയപ്പെട്ട സാജൻ. മിക്കവാറും അവൾ സാജനെ കാണാൻ വരാറുണ്ട്. അവൻ മീൻ പിടിക്കുന്നത് നോക്കി കുറേ നേരം ഇരിക്കും. അവൾക്ക് സംസാരിക്കാൻ ഇന്ന് വിഷയങ്ങളൊന്നുമില്ല. എന്ത് വിഷയം സംസാരിച്ചാലും സാജന് സരസമായി മറുപടി പറയാനുണ്ടാവും. അവൻ്റെ സംസാരം അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക അവൾക്ക് എന്ത് സന്തോഷമാണെന്നോ. ദിവസങ്ങൾ കഴിഞ്ഞു പോകെ
അവർ തമ്മിൽ കൂടുതൽ അടുത്തു. തൻ്റെ ലോഹ്യം അഭിനയത്തിൻ്റെ പുതിയ മേഖലകൾ കണ്ടെത്താനുള്ള സമയമായെന്ന് അവരറിഞ്ഞു. ഡെയ്സി എന്നൊരു കാമുകിയാണ്. അവളുടെ മനസ്സൊരു കാമുകിയുടേതാണ്. ആ മനസ്സിന് തൃപ്തിയാകാൻ ഒരു വെറും സുഹൃത്തിൻ്റെ പ്രതികരണങ്ങൾ പോരാ. കാമുക മനസ്സുമായിട്ട് വേണം അവളെ സമീപിക്കാൻ. ഡെയ്സിയിലൂടെ ചെറിയാച്ചനോട് പ്രതികാരം. ആ ഓർമ്മ അവനെ സന്തുഷ്ടനാക്കി. ഏറ്റവും ഒടുവിലെ ചെറിയാച്ചനത് അറിയാവൂ. അന്നാമ്മ അറിയാവൂ. താൻ ആരാണെന്ന് ഡെയ്സി പോലും അറിയാവൂ. ആലോചിച്ചപ്പോൾ ക്രൂരമായൊരു സംതൃപ്തി തോന്നി. ഒരു ദിവസം ഡെയ്സി വന്നപ്പോൾ സാജൻ പറഞ്ഞു, എന്നും ഇങ്ങനെ മീൻ പിടിക്കുന്നത് കണ്ടുകൊണ്ടിരുന്നാൽ മതിയോ? നമുക്ക് ഈ കായലിലേക്ക് ഒന്ന് കറങ്ങണ്ടേ? ഞാനത് സാജനോട് പറയാനിരുന്നതാ. സാജൻ ഇഷ്ടപ്പെടുമോ എന്ന് ഭയന്നാണ് വേണ്ടാന്ന് വെച്ചത്. ഒരു ദിവസം ഈ ജോലിക്കൊരു അവധി കൊടുത്തൂടെ? ഞാനും അത് ആലോചിച്ചു ഡെയ്സി. ഒരു ദിവസം അവധിയെടുക്കാൻ തീരുമാനിച്ചു. ഒരു ദിവസം വന്നില്ലെങ്കിൽ 150 രൂപ എനിക്ക് നഷ്ടമാകും. ആ തുകയെങ്കിലും തന്ന സാജൻ കള്ളച്ചിരിയോടെ പറഞ്ഞു. തന്നേക്കാം. 150 അല്ല 300 പോരെ? സാജൻ്റെ കൂടെ ഈ കായലിൻ്റെ വിശാലതയുടെ എന്ത് രസമായിരിക്കും. ശരി, എങ്കിൽ ഞാൻ ഈ ആഴ്ച തന്നെ ഒരു ദിവസം ഡെയ്സിക്ക് വേണ്ടി മാറ്റി വച്ചേക്കാം. എന്നാ വേണ്ടേ? നാളെ, മറ്റന്നാൾ? അഭിപ്രായമറിയാൻ അവൻ ഡെയ്സിയുടെ മുഖത്ത് തന്നെ ശ്രദ്ധിച്ചു. എന്തിനാ മറ്റന്നാളാക്കുന്നേ? നാളെ തന്നെ ആയിക്കോട്ടെ. ഞാൻ എന്നു മുതൽ ആഗ്രഹിക്കുന്നതാണെന്നറിയാമോ? ഡെയ്സിയുടെ ഉത്സാഹം 100 മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു. അങ്ങനെ തന്നെ, സാജനും സമ്മതിച്ചു. പൂർവാധികം ഉത്സാഹത്തോടെ ഡെയ്സി മടങ്ങുന്നത് നോക്കിയിരിക്കെ ജോസിൻ്റെ ചുണ്ടിലൊരു കുസൃതിച്ചിരി വിരിഞ്ഞു. അതെ, ഇതൊരവസരമാണ്. ഡെയ്സി ഇപ്പോൾ തന്നെ ഭ്രമിച്ചിരിക്കുകയാണ്. തൻ്റെ ഏതിംഗിതത്തിനും കണ്ണുമടച്ചവൾ സാധിച്ചു തരും. അതെല്ലാം നേടണം. തനിക്ക് വേണ്ടിയല്ല, തൻ്റെ അപ്പച്ചന് വേണ്ടി. മേടയിൽ ചെറിയാച്ചൻ്റെ നേരെ നിന്ന് അപ്പച്ചനെ കൊണ്ട് ചോദിക്കണം, ഇപ്പോഴോ ചെറിയാച്ച, ജയിച്ചതാര് തോറ്റതാരെന്ന്. അന്നേരം അയാളുടെ വിളറിയ മുഖമൊന്ന് കാണണം. വർക്കിച്ചൻ്റെ പ്രായമായ ആൺമക്കളെ കണ്ട് അയാൾ അമ്പരക്കണം. ചെറിയാച്ച, താൻ ചെവിയിൽ നുളിക്കുമെന്ന്. ചെറിയാച്ചൻ തങ്ങൾക്ക് നൽകിയ മാനക്കേട് ഒരു കളങ്കം പോലും ഇന്നും മായാതെ കിടക്കുന്നുണ്ട്. തൊലിപ്പുറത്ത് പറ്റിയ വെറും ചെളിയല്ല, ഹൃദയത്തിനെത്തിയ ആഴമേറിയ മുറിവാണ്. ആ മുറിവിലൂടെ വാർന്ന വേദനയുണ്ടോ മറ്റുള്ളവരറിയുന്നു? ചെറിയാച്ചൻ അത് ആലോചിക്കാൻ പോലും കഴിഞ്ഞില്ലല്ലോ. എങ്കിൽ ഇനി വൈകാതെ ചെറിയാച്ചൻ അതിനെക്കുറിച്ച് ആലോചിക്കാനുള്ള മാർഗം ഉണ്ടാക്കി കൊടുക്കണം. ജോസിൻ്റെ നിമിഷങ്ങൾക്ക് വല്ലാത്തൊരു ആവേശമുണ്ടായി. അപ്പച്ചൻ ജയിലിൽ നിന്നിറങ്ങാൻ ഇനി 1 വർഷമേ ഉള്ളൂ. ആ വർഷം കൊണ്ട് എല്ലാം ഒന്ന് നേരെയാവണം. ജോസ് കൂട്ടലും കിഴിക്കലും നടത്തി. എന്തോ ചില തീരുമാനങ്ങളെടുത്തു. താൻ മൂലം ആരെങ്കിലും ദുഃഖിക്കുമോ എന്നോ മാനുഷിക ദൗർബല്യങ്ങൾക്ക് അടിമപ്പെട്ടവനോ ആയിട്ട് മാറാനോ അവൻ ഒരുങ്ങിയിരുന്നില്ല. ഒന്നിച്ചുണ്ട് ഒരു പായലുറങ്ങിയ തൻ്റെ അപ്പച്ചനെ അടിയോടെ ചതിക്കാൻ ചെറിയാച്ചൻ്റെ ഒരു മാനുഷിക പ്രശ്നവും തടസ്സമായിരുന്നില്ല. അയാൾക്കില്ലാത്ത മനുഷ്യത്വമൊന്നും തങ്ങൾക്കും വേണ്ട. ജോണിക്കുട്ടി മണൽക്കാടുകളുടെ നാട്ടിലെത്തിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു. എന്ത് ജോലിയും ചെയ്യാൻ ഒരുക്കമായിരുന്ന അവന് നല്ല ജോലി കിട്ടി. പ്രതീക്ഷയിലേറെ ശമ്പളവും പണം അവൻ സൂക്ഷിച്ച് ചെലവഴിച്ചു. ചെലവിനേക്കാൾ കൂടുതൽ മിച്ചം വെച്ചു. അത്യാവശ്യമാണ്. നല്ലൊരു സമ്പാദ്യം ഉണ്ടാക്കിയിട്ട് വേണം നാട്ടിലേക്ക് മടങ്ങാൻ. അധ്വാനിച്ച് നേടിയ പണം കൊണ്ട് വേണം തങ്ങൾക്കൊരു വീട് വെക്കാൻ. മാന്യമായി ജീവിക്കുവാൻ അതൊരാവശ്യമാണ്. അതിലേറെ വാശിയാണ് ചെറിയാച്ചനോടുള്ള വാശി. ഒരു ജോലി കഴിഞ്ഞ് വൈകുന്നേരം ജോലി സ്ഥലത്ത് നിന്നും താമസിക്കുന്നിടത്തേക്ക് ഒറ്റയ്ക്ക് നടക്കുകയായിരുന്നു ജോണിക്കുട്ടി. ആലോചിച്ച് നടക്കാൻ പഴയ കാര്യങ്ങൾ ആവോളമുണ്ട്. തിരക്കേറിയ ബസാറിൻ്റെ ഓരത്തുകൂടി നടന്നു നീങ്ങുന്ന അവൻ്റെ മുന്നിലേക്ക് അപ്സരസ് ഇറങ്ങി വന്നു. അവൾക്കൊപ്പം മറ്റു 2 ചെറുപ്പക്കാരികളും. ജോണി ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. അവൻ്റെ മുന്നിൽ ആ യുവതിയെ അവളിൽ നിന്ന് സൂക്ഷിച്ചു നോക്കി. ഗ്രേസി. എന്താ ജോണിക്കുട്ടി, അറിയോ? ഗ്രേസി വശ്യമായി മന്ദഹസിച്ചു. അത് ഞാൻ ചോദിക്കേണ്ട ചോദ്യമല്ലേ? ജോണിക്കുട്ടിയും തിരിച്ചടിച്ചു. ജോണിയുടെ നെഞ്ചിലൊരു 9ാം ഉത്സവത്തിൻ്റെ തുടികെട്ടുയർന്നു. ഗ്രേസി, ചെറിയാച്ചൻ്റെ മകള് ഗ്രേസി. അവൾ ഈ നാട്ടിലുണ്ടെന്നോ? അവൻ്റെ കണ്ണുകൾ തിളങ്ങി. അതവളെ കണ്ടുമുട്ടിയ അത്ഭുതം കൊണ്ടായിരുന്നു. അധ്യായം 17. ജോണിക്കുട്ടിയുടെ അത്ഭുതത്തിന് അതിരുണ്ടായിരുന്നില്ല. അത് 2 സംശയങ്ങൾ കൊണ്ടായിരുന്നു.
ഗ്രേസി എങ്ങനെ മണൽക്കാടുകളുടെ നടുവിലെത്തി? തന്നെ പെട്ടെന്ന് അവൾക്ക് മനസ്സിലായതെങ്ങനെ? പഴയ സ്നേഹിതന്മാർ പോലും കണ്ടാൽ തന്നെ തിരിച്ചറിയില്ല. ബാല്യത്തിലെ ചായ അപ്പാടെ മാറിപ്പോയിരിക്കുന്നത്രേ. തിരിച്ചറിഞ്ഞാലും അങ്ങനെ ഭാവിക്കേണ്ട കാര്യമില്ല. ആ ഗ്രേസി ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇത് അത്ഭുതമല്ലേ? ഒരിക്കൽ കായലോരത്തെ കളിമണ്ണിൽ മണൽ കൊട്ടാരങ്ങൾ ഉണ്ടാക്കിയത് ഗ്രേസിക്ക് വേണ്ടിയായിരുന്നു. മണ്ണപ്പഞ്ചുട്ട് പങ്കുവച്ചതിൽ ഏറിയ പങ്കും നൽകിയത് ഗ്രേസിക്കായിരുന്നു. ഭൂതകാലത്തിലെങ്ങോ നഷ്ടപ്പെട്ട ഒരു സുന്ദര പുഷ്പം. ഗ്രേസിക്കുട്ടിക്ക് തന്നെ എന്തിഷ്ടമായിരുന്നു. ജോണിക്കുട്ടി ഇല്ലായിരുന്നേ ഞങ്ങളുടെ ഗ്രേസി പെണ്ണ് വീടിനുള്ളിൽ തന്നെ ഇരുന്നേനെന്ന് അന്നാമ്മച്ചേടത്ത് എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട്. പള്ളിക്കൂടത്തിൽ പോകാനും പള്ളിയിൽ പോകാനും ഗ്രേസിക്ക് കൂട്ടുവേണ്ടിയിരുന്നത് ജോണിക്കുട്ടിയായിരുന്നു. ഞായറിൻ്റെ പുലരികളിൽ പള്ളിയിൽ പോകാൻ അമ്മ നിർബന്ധിക്കുമ്പോൾ ഗ്രേസി ഒറ്റപ്പിടി വാശിയിൽ നിന്നു. ജോണി ഉണ്ടെങ്കിലേ ഞാൻ പള്ളിയിൽ പോകും. അന്നാമ്മയ്ക്കത് കേൾക്കുമ്പോൾ ചിരിയാണ്. അവൾ മറിയാമ്മയെ നീട്ടി വിളിക്കും. കേട്ടോ മറിയാമ്മേ, പെണ്ണ് പറയുന്നേ, ജോണി ഉണ്ടേലേ അവൾ പള്ളിയിലോട്ടുള്ളെന്ന്. നമുക്കിവരെ രണ്ടുപേരെയും പള്ളിയിലേക്കൊന്ന് കൊണ്ടുപോയാലോ? ധൃതി വയ്ക്കാതെ അന്നാമ്മേ, നമ്മളിവിടെ തന്നെയല്ലേ ഉള്ളത്. അയലത്തെ അമ്മമാർ മക്കളുടെ ഭാവിയെക്കുറിച്ച് നേരത്തെ വിധിയെഴുതി നടത്തിയിരിക്കുന്നു. ജോണി വലുതായാൽ അവൻ കിട്ടുന്ന പെണ്ണ് ഗ്രേസിയാണെന്ന് അവർ പറയുമായിരുന്നു. എന്നിട്ട് സംഭവിച്ചതോ? അപ്പച്ചൻ ജയിലിലായതിനു ശേഷം ഗ്രേസിയെ തൻ്റെ കൂടെ കളിക്കാൻ വിട്ടില്ല. തൊട്ടടുത്തായിരുന്നിട്ടും കാതങ്ങളുടെ അകലത്തിലായിരുന്നില്ലേ? ഓർമ്മകളുടെ അവസാനം ഒരു ദീർഘനിശ്വാസമായിരിക്കുന്നു എല്ലാത്തിൻ്റെയും മറുപടി. അന്നത്തെ ഫോക്കുകാരി ഒരു ഫുൾ സാരിയിലായിരിക്കുന്നു. ബാല്യത്തിൻ്റെ നിഷ്കളങ്ക ഭാവം നിറഞ്ഞ അവളുടെ മുഖത്ത് കൗമാര സ്വപ്നങ്ങളുടെ തിങ്കൾ ഉദിച്ചു നിൽക്കുന്നു. കാലം കവിത കൊണ്ട് ഗ്രേസിയെ അടിമുടി മെനഞ്ഞെടുത്തിരിക്കുന്നു. അന്നത്തെ ആ ഗ്രേസിയാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് വിശ്വസിക്കാനാവുന്നില്ല. ജോണിക്കുട്ടി അവളുടെ മുഖത്ത് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഗ്രേസിയും. മൗനം വീണുടയുന്ന നിമിഷങ്ങളിൽ ആദ്യം കേട്ടത് ഗ്രേസിയുടെ ശബ്ദം തന്നെ. എനിക്ക് പെട്ടെന്ന് പിടികിട്ടി. പക്ഷേ വിശ്വാസമായത് എപ്പോഴാണ്? ജോണി എന്നാ ഇവിടെ എത്തിയത്? ഞാൻ ജീവിക്കാനൊരു തൊഴിൽ തേടിയെത്തിയതാണ്. കഷ്ടപ്പാടുകളുടെ ഭാഗമായിട്ട് ഇവിടെയും വരേണ്ടി വന്നു. അവൻ്റെ ശബ്ദത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ഗൂഢാർത്ഥം ഗ്രേസിക്ക് പെട്ടെന്ന് മനസ്സിലായി. അവളുടെ മുഖമൊന്ന് മങ്ങിയോ? ഓ, ഞാൻ ഇവരെയൊന്നും പരിചയപ്പെടുത്തിയില്ലല്ലോ. വിഷയം മാറ്റാനെന്നോണം പെട്ടെന്ന് അവളെ സ്നേഹിതകളെ പരിചയപ്പെടുത്തി. പിന്നെ ജോണിയെ അവർക്കും. ഗ്രേസിയുടെ പരിചയപ്പെടുത്തൽ കൂട്ടുകാരികൾ കണ്ണിറുക്കി ചിരിച്ചു. അവർ താമസിക്കുന്ന സ്ഥലവും വിലാസമൊക്കെ ഗ്രേസി ജോണിക്കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു. ഞാൻ ഈ നാട്ടിൽ തന്നെയുണ്ട്, ഇടയ്ക്ക് കാണാം. ജോണിക്കുട്ടി തിടുക്കം ഭാവിച്ചു. അങ്ങനെ അങ്ങ് നിന്ന് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ശരി, എങ്കിലും നമുക്ക് വീണ്ടും കാണാം. ഗ്രേസി അവൻ്റെ തിടുക്കം മനസ്സിലായതുപോലെ മൊഴിഞ്ഞു. ജോണി എല്ലാവരോടും യാത്ര ചോദിച്ചു. പിന്നെ വീതിയേറിയ വീതിയുടെ ഒരറ്റം പറ്റി നടന്നു. ഗ്രേസിയും കൂട്ടുകാരും ഒരു ജൗളിക്കടയിലേക്ക് കയറി. ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ജോണിക്കുട്ടിയുടെ മനസ്സിലേക്ക് കയറി വന്നത് ഗ്രേസി എന്ന നാടൻ പെണ്ണിൻ്റെ മുഖമായിരുന്നു. ഏതായാലും അവൾ തന്നെ തിരിച്ചറിഞ്ഞല്ലോ. വേണമെങ്കിൽ കണ്ടാലും കാണാത്ത ഭാവം നടിക്കാമായിരുന്നു. മേടയിലെ ചെറിയാച്ചൻ്റെ മോളല്ലേ. ഗ്രേസി എന്തിനാണ് ഗൾഫ് നാട്ടിലെത്തിയത്? ജോലിക്കാവില്ല. അവൾക്കെന്തിനാണൊരു ജോലി? നൂറുകണക്കിന് ജോലിക്കാരെ പോറ്റുന്ന പെരിയ മുതലാളിയുടെ മകള് ഭൂമിയിൽ സൂര്യനുദിക്കുന്ന ഈ നാട്ടിൽ പണിയെടുക്കാൻ വരില്ല. വരട്ടെ, എല്ലാം വിശദമായി അറിയണം. താൻ താമസിക്കുന്നിടത്തു നിന്നും കഷ്ടിച്ച് 10 കിലോമീറ്റർ അകലം പോലുമില്ല. അവളുടെ വിലാസവുമായിട്ട് താമസിക്കാതെ കണ്ടുമുട്ടണം. അന്നത്തെ സ്ഥലത്ത് എത്തിയിട്ടും ജോണിക്കുട്ടിയുടെ ചിന്ത ഗ്രേസിയെക്കുറിച്ചായിരുന്നു. അവളിവിടെ ഒറ്റയ്ക്കാണ്. അവൻ്റെ മനസ്സിൽ പുതിയ ചില കണക്കുകൂട്ടലുകൾ നടന്നു. ഒടുവിൽ ഒരുത്തരം കണ്ടുപിടിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അവന് ശരിക്കൊന്ന് ഉറങ്ങാൻ കഴിഞ്ഞത്. ഗ്രേസിയെ എങ്ങനെയും തൻ്റെ പാട്ടിലാക്കണം. അവളോട് ആത്മാർത്ഥമായ സ്നേഹമാണെന്ന് ഭാവിക്കണം. ആ സ്നേഹാഭിനയത്തിലൂടെ തനിക്കൊരു പ്രതികാരം വീട്ടണം. അപ്പച്ചൻ അങ്ങനെ വാക്കു കൊടുത്തിട്ടുണ്ട്, അത് നിറവേറ്റണം. തൻ്റെ അപ്പച്ചനെ വർഷങ്ങളോളം ജയിലിലാക്കിയ ചെറിയാച്ചനെ ഒരു പാഠം പഠിപ്പിച്ച് അടങ്ങും. അങ്ങകലെ നാട്ടിൽ ജോസുകുട്ടി ഡെയ്സിയുമായി ലോഹ്യത്തിലായി കഴിഞ്ഞു. ഇവിടെ താനും ഗ്രേസിയെ തന്നിലേക്ക് അടുപ്പിക്കുക. അപ്പൻ്റെ പ്രതികാരം മക്കളിലൂടെ നിറവേറട്ടെ. ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു സംതൃപ്തി തോന്നിപ്പോവുകയാണ്. അതെ, അത് കൂടിയേ തീരും. ഒരു സ്പൂൺ കാപ്പിപ്പൊടിക്ക് ഒരു തെണ്ടിയെപ്പോലെ കെഞ്ചാൻ ചെന്ന തന്നെ അപമാനിച്ചു വിട്ടത് അന്നാമ്മ ചേട്ടത്തിയാണ്. മറന്നിട്ടില്ല.
ഒന്നും മറന്നിട്ടില്ല. അന്ന് തന്നെ പരിഹസിച്ച അന്നാമ്മ എന്ന സ്ത്രീ തൻ്റെ കാൽക്കൽ വരുന്ന ദിവസം വരും. അത്തരമൊരു അവസരത്തിനാണ് തൻ്റെ ജന്മം ഒഴിഞ്ഞു വച്ചിട്ടുള്ളത്. അത് സാധിക്കും വരെ തനിക്ക് വിശ്രമമില്ല. ആ ഒരൊറ്റ വാശിയാണ് തന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. അത് വിജയിക്കാനൊരു മാർഗം കയ്യെത്തുന്ന അവസരം പാഴാക്കിക്കൂടാ. ജോണിക്കുട്ടിയുടെ നിശ്ചയം അതായിരുന്നു. ദിവസതലങ്ങൾ കൊഴിഞ്ഞു വീണു. കാലമെന്ന മഹാവൃക്ഷത്തിൽ പുതിയ ദിനതലങ്ങൾ വിടർന്നു. പഴയവ കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു. പുതിയവ പൊട്ടിവിരിയാൻ പഴയതെല്ലാം കൊഴിഞ്ഞു. ജോലി കഴിഞ്ഞ് ജോണിക്കുട്ടി പതിവായി നടന്നു പോകാൻ തുടങ്ങി. മുൻപും ഗ്രേസിയെ കണ്ട ഭാഗത്തെങ്ങാനും വീണ്ടും അവളെ കണ്ടേക്കുമെന്ന തോന്നലാണ് അത്തരമൊരു നിത്യനടത്തം അവനെ പ്രേരിപ്പിച്ചത്. പക്ഷെ പ്രതീക്ഷിച്ചതുപോലെ പിന്നീട് ഒരു ദിവസവും ആ മാർക്കറ്റിനരികിലെങ്ങും ജോണിക്കുട്ടിക്ക് അവളെ കാണാൻ കഴിഞ്ഞില്ല. ഗ്രേസി തന്ന വിലാസം ഓർമ്മയിലുണ്ട്. അവളെ കാണാൻ അങ്ങോട്ടൊന്ന് ചെന്നാലോ? കഴിഞ്ഞു പോകുന്ന ഓരോ ദിവസവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാത്തു നിന്നൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊണ്ടുപോയാലോ? അങ്ങോട്ട് ചെല്ലാൻ തന്നെ ജോണിക്കുട്ടി തീരുമാനിച്ചു. അടുത്ത ദിവസം കുറച്ചു നേരത്തെ ജോലി സ്ഥലത്തു നിന്ന് ഇറങ്ങി. ആ വിലാസം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഒരു ബംഗ്ലാവിൻ്റെ മുകളിലത്തെ നിലയിലാണ് അവളും കൂട്ടുകാരികളും താമസിക്കുന്നത്. വാടക വീട്. ജോണിക്കുട്ടി മടിച്ചു നിന്നില്ല. സ്റ്റെപ്പുകൾ കയറി അടഞ്ഞുകിടന്ന വാതിലിന് മുന്നിലെത്തി. കോളിംഗ് ബെല്ലിൻ്റെ സ്വിച്ചിൽ വിരലമർത്തി. അകത്തെങ്ങോ ഒരു പിയാനോ സംഗീതം. പെട്ടെന്ന് വാതിൽ തുറക്കപ്പെട്ടു. ഹായ് ജോണി, കടന്നു വാ. ഗ്രേസിയുടെ ആഹ്ലാദ ശബ്ദമായിരുന്നു അത്. ജോണിയെ പിന്നെ കണ്ടില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചു. അകത്തേക്ക് കയറുമ്പോൾ ഗ്രേസി പരിഭവം പറഞ്ഞു. സാമാന്യം ഭേദപ്പെട്ട ഒരു വീടിൻ്റെ ചുറ്റുപാടുകൾ ആ മുറിക്കുള്ളിൽ ജോണി കണ്ടു. മുറിയുടെ മൂലയ്ക്കിരുന്ന ടെലിവിഷനിൽ എന്തോ ഹിന്ദി സിനിമയുടെ വില്ലൻ ചില്ല് തകർത്ത് ചാടാൻ തുടങ്ങുന്നു. ജോണി അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു. ഗ്രേസിയും അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. പണ്ടത്തെ ജോണിയല്ല, ആളങ്ങ് വല്ലാതെ മാറിപ്പോയിരിക്കുന്നു. ഗ്രേസി വളരെ മെല്ലെയാണ് പറഞ്ഞത്. പണ്ടത്തെ ജോണിയെ ഗ്രേസി ഓർക്കുന്നുണ്ടോ? ആർക്കൊക്കെ മറക്കാൻ കഴിഞ്ഞാലും എനിക്കത് കഴിയുന്നില്ല. ജോണി ഓർക്കുന്നോ? ഞങ്ങൾ അവിടെ നിന്ന് പോകുമ്പോൾ ജോണിയോടെങ്കിലും ഒന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അമ്മ സമ്മതിച്ചില്ല. അതൊക്കെ കഴിഞ്ഞിട്ടിപ്പോൾ വർഷങ്ങളെത്രയായി. അതൊരു കാലം. കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ടെന്താ ഫലം? ഗ്രേസിക്ക് അത്രയും തോന്നിയപ്പോൾ എൻ്റെ വിഷമം എത്രയായിരുന്നെന്ന് ആരെങ്കിലും ആലോചിച്ചോ? അതൊക്കെ ഞാനങ്ങ് മറന്നു. വ്യസനം വാക്കുകളിൽ വാരി നിറച്ചുകൊണ്ട് ജോണി മന്ത്രിച്ചു. ഒരു ദീർഘനിശ്വാസവും. ചോദിച്ചില്ലല്ലോ, ഗ്രേസിയുടെ കൂട്ടുകാരികളെവിടെ? അവർ ഷോപ്പിങ്ങിന് പോയിരിക്കുന്നു. പള്ളിപ്പുറത്ത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിലേതാ അവർ. രണ്ടുപേരും നേഴ്സുമാരാ. ഗ്രേസി ഇങ്ങോട്ട് വന്നതോ? ജോലിക്കൊന്നുമല്ല, വെറുതെ കുറച്ച് നാൾ ഇവിടെ താമസിക്കാൻ. വീട്ടിലിരുന്ന് മുഷിഞ്ഞു. പിന്നെ സ്ഥലമൊക്കെ കാണാമല്ലോ. അപ്പോൾ ഉടനെ തിരിച്ചും പോവും. ഒരു 5-6 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. വന്നിട്ടിപ്പോൾ 1 മാസം കഴിഞ്ഞു. പിന്നെ എന്ത് ചോദിക്കണം, എന്ത് പറയണമെന്നറിയാതെ ഇരുവരുടെയും നിമിഷങ്ങളും നിശബ്ദത കൊണ്ട് നിറഞ്ഞു. വെറുതെ ഇരുന്നാൽ പോരല്ലോ. ഗ്രേസിയോട് കൂടുതൽ സംസാരിക്കണം. ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്തിക്കൂടാ. അവൻ്റെ ഉള്ളിലിരുന്ന് ആരോ മന്ത്രിച്ചു. ജോണി ഇരിക്കൂ, ഞാൻ തണുത്ത എന്തെങ്കിലും കൊണ്ടുവരാം. ഗ്രേസി അകത്തെ മുറിയിലേക്ക് നടന്നു. തണുത്ത ലെമൺ ജ്യൂസുമായി ഗ്രേസി വേഗം മടങ്ങി വന്നു. അവളുടെ കയ്യിൽ നിന്നും ഗ്ലാസ് വാങ്ങുമ്പോൾ അറിയാതെ എന്നോണം ജോണിയുടെ വിരലിൽ നിന്ന് അവളുടെ വിരലിൽ തട്ടി. അവളുടെ മുഖത്തൊരു നാണത്തിൽ പൊതിഞ്ഞ പുഞ്ചിരി ഉദിച്ചു. ഗ്രേസി ഓർക്കുന്നുണ്ടോ ആ കായലോരത്ത് നമ്മൾ അച്ഛനും അമ്മയും കളിച്ച കാലം? അത് നീ കലക്കുവെള്ളം മുക്കി കടുങ്കാപ്പി എന്ന് പറഞ്ഞ് കൊണ്ടുവന്നെത്തി തന്നത് എങ്ങനെയാണ്? ലെമൺ ജ്യൂസ് നുണഞ്ഞുകൊണ്ട് ജോണിക്കുട്ടി ഭൂതകാലത്തിലെ ഒരു മുഹൂർത്തത്തിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോയി. ഗ്രേസിയുടെ മുഖം തുടുത്തു. അരുണിമയൊല്ലുന്ന ആ തുടുത്ത കവളത്തൊരു ചുംബനം കൊടുക്കാൻ ജോണി കൊതിച്ചു. എല്ലാം ഓർക്കുന്നുണ്ട്, ഒന്നും മറന്നിട്ടില്ല. മറന്നത് അത്രയും നമ്മളല്ലല്ലോ. ഗ്രേസിയുടെ ചുണ്ടനങ്ങി. കുറേ നേരം കൂടി 1-2 ഒക്കെ സംസാരിച്ചിരുന്നു. ഗ്രേസിയോട് യാത്ര പറഞ്ഞിട്ട് അവൻ ഇറങ്ങി. സമയം കിട്ടുമ്പോഴൊക്കെ ജോണിച്ചൻ വരണം. അവർ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ. നടയിറങ്ങുമ്പോൾ ഗ്രേസി പറഞ്ഞു. അവൻ തിരിഞ്ഞു നിന്ന് ഗ്രേസിയുടെ കണ്ണുകളുമായി അവൻ്റെ കണ്ണുകളിടിഞ്ഞു.
ഗ്രേസിക്ക് പിണക്കമില്ലെങ്കിൽ വരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ജോണിക്കുട്ടി സമ്മതിച്ചു. അവൻ പോകുന്നത് നോക്കി ഗ്രേസി നിന്നു. അവൻ്റെ മനസ്സിലപ്പോൾ നിറഞ്ഞു നിന്ന വികാരം എന്തായിരുന്നെന്ന് അവൾ അറിഞ്ഞിരുന്നെങ്കിൽ. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. വീണ്ടും നാളെ ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നമ്മൾ കണ്ടുമുട്ടും. എല്ലാവർക്കും ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ ശുഭദിനാശംസകൾ.